9ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റാണ് ഭൂമിയാകുന്നു നാം. ഈ യൂണിറ്റിലെ ആദ്യ പാഠം ആന ഡോക്ടർ. പ്രശസ്ത തമിഴ് മലയാളം എഴുത്തുകാരനായ ശ്രീ ജയമോഹൻ്റെ ഇതേ പേരിലുള്ള കൃതിയുടെ അവസാന അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് ഈ പാഠം. ആദർശത്തിൽ ഉറച്ചു ജീവിച്ച മനുഷ്യരുടെ 12 കഥകളുള്ള അറം എന്നൊരു സമാഹാരം 2010 ജയമോഹൻ എഴുതിയിരുന്നു. അതിലെ ഒരു കഥയാണിത്. തമിഴ്നാട് വനം വകുപ്പിലെ ഒരു മൃഗഡോക്ടറായിരുന്നു ഡോക്ടർ വി കൃഷ്ണമൂർത്തി. കോയമ്പത്തൂർ ജില്ലയിൽ പൊള്ളാച്ചിക്കടുത്തുള്ള ആനമലൈ ടൈഗർ റിസർവിലെ ടോപ്പ് സ്ലിപ്പ് എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസ്. എല്ലാ വന്യമൃഗങ്ങളെയും സവിശേഷമായ കാഴ്ചപ്പാടോടെ പരിചരിച്ചിരുന്ന അദ്ദേഹം ആനകളുടെ കാര്യത്തിലാണ് ലോകശ്രദ്ധ നേടിയത്. ഇന്ത്യയിലുടനീളം അദ്ദേഹം ആനകളെ ചികിത്സിക്കാൻ പോയിരുന്നു. പല രാജ്യങ്ങളിൽ നിന്നും ആന ചികിത്സയിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടിയിരുന്നു. ആനകളെക്കുറിച്ച് നിരവധി പഠനങ്ങൾ അന്താരാഷ്ട്ര ജേണലുകളിൽ അദ്ദേഹം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആനകൾക്ക് വേണ്ടി അദ്ദേഹം 1000-ലേറെ സർജറികൾ നടത്തിയിട്ടുണ്ട്. 300ഓളം ആനകൾക്ക് പ്രസവം നോക്കി. ആനകളുടെ പോസ്റ്റ്മോർട്ടത്തിനുള്ള ഇപ്പോഴത്തെ മെത്തഡോളജി അദ്ദേഹം രൂപം നൽകിയതാണ്. ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഡോക്ടർ കൃഷ്ണമൂർത്തി തയ്യാറാക്കിയ നടപടിച്ചട്ടങ്ങളാണ് ഇന്ത്യ ഗവൺമെൻറ് ആധികാരികമായി അംഗീകരിച്ചിട്ടുള്ളത്. 33 വർഷത്തോളം തമിഴ്നാട് വനം വകുപ്പിൽ സേവനമനുഷ്ഠിച്ച ഡോക്ടർ കൃഷ്ണമൂർത്തി ഒരു ആന വിദഗ്ധൻ എന്ന നിലയിൽ ലഭിച്ച പ്രശസ്തി നിമിത്തം ആന ഡോക്ടർ എന്നാണ് പരക്കെ അറിയപ്പെട്ടിരുന്നത്. വനത്തിൻ്റെയും വന്യജീവികളുടെയും പ്രാധാന്യം തിരിച്ചറിയുകയും ദൈവത്തിൻ്റെ ഏറ്റവും ഉദാത്ത സൃഷ്ടികളായി ആനകളെ പരിഗണിക്കുകയും ചെയ്തിരുന്ന അദ്ദേഹം 2002 ഡിസംബർ 9 73ാമത്തെ വയസ്സിൽ നിര്യാതനായി. ടോപ്പ് സ്ലിപ്പ് വനം വകുപ്പ് ഓഫീസിലെ ഒരു യുവ ഫോറസ്റ്റ് ഓഫീസറുടെ കാഴ്ചപ്പാടിലാണ് ജയമോഹൻ ആന ഡോക്ടർ എന്ന കൃതി രചിച്ചിരിക്കുന്നത്. പുതിയതായി ജോലിയിൽ പ്രവേശിച്ച ആ ഓഫീസർ ആന ഡോക്ടറുമായി ക്രമേണ നല്ല അടുപ്പത്തിലായി. ഒരു വൈകുന്നേരം ടോപ്പ് സ്ലിപ്പിലെ ഡോക്ടറുടെ ക്വാർട്ടേഴ്സിലിരുന്ന് ഏറെ നേരം സംസാരിച്ചിരുന്നു. രാത്രി വൈകിയപ്പോൾ അവിടെ തന്നെ അദ്ദേഹം കിടന്നുറങ്ങി. രാത്രി എന്തൊക്കെയോ അസാധാരണ ശബ്ദങ്ങൾ കേട്ടുണർന്നപ്പോൾ ഡോക്ടർ പുറത്തേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. പുറത്തെ ഇരുട്ടിൽ ഒരാനക്കുട്ടി ഡോക്ടറെ പ്രതീക്ഷിച്ചു നിൽക്കുന്നു. 1.5 കൊല്ലം മുമ്പ് 150-ലേറെ കിലോമീറ്റർ അകലെയുള്ള മുതുമല വന്യജീവി സങ്കേതത്തിൽ വെച്ച് ബിയർ കുപ്പി തറഞ്ഞു കയറി കാൽ പഴുത്ത ഒരു ആനയെ ഡോക്ടർ ചികിത്സിച്ച് ഭേദമാക്കിയിരുന്നു. അന്ന് ആ സംഘത്തിലുണ്ടായിരുന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തെ തേടി വന്നിരിക്കുന്ന കുട്ടിക്കൊമ്പൻ. അതിൻ്റെ കാലിലും ഒരു ബിയർ കുപ്പി തറഞ്ഞു കയറിയിരിക്കുന്നു. തൻ്റെ കാലിൽ നിന്ന് കുപ്പിക്കഷ്ണങ്ങൾ നീക്കം ചെയ്ത് മുറിവ് ഭേദമാക്കാൻ വേണ്ടിയാണ് ആ കുട്ടിയാന ഡോക്ടർ കൃഷ്ണമൂർത്തിയുടെ ക്വാർട്ടേഴ്സിലെത്തിയിരിക്കുന്നത്. അവിശ്വസനീയമായ ആ സംഭവമാണ് പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആനമല ടൈഗർ റിസർവിലെ ടോപ്പ് സ്ലിപ്പിൽ ഇപ്പോഴും ആന ഡോക്ടറുടെ ആ ക്വാർട്ടേഴ്സ് ഉണ്ട്. ആനക്കൂട്ടം ഡോക്ടറെ അന്വേഷിച്ചു വന്ന ആ ക്വാർട്ടേഴ്സ്. ടോപ്പ് സ്ലിപ്പിലെ വനം വകുപ്പ് ഓഫീസുകൾക്കടുത്തുള്ള പുൽമൈതാനത്തെ ചുറ്റി ആനക്യാമ്പിലേക്ക് കയറിപ്പോകുന്ന വഴിയിൽ മുകളിൽ 3ാമത്തെ കെട്ടിടം. ഇതാണ് ഡോക്ടർ കൃഷ്ണമൂർത്തിയുടെ ക്വാർട്ടേഴ്സ്. ഈ മുറ്റത്താണ് അദ്ദേഹത്തെ തേടി മുതുമലയിൽ നിന്ന് കുട്ടിക്കൊമ്പൻ വന്ന് കാത്തു നിന്നത്. ഇവിടെയാണ് അവന് കൂട്ടുവന്ന കാട്ടാനക്കൂട്ടം കൂടി നിന്നത്. നന്ദിപൂർവം തുമ്പിക്കൈ ഉയർത്തി ചിഹ്നം വിളിച്ചത്.